നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള വടംവലി പരസ്യമാകുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി മുതിർന്ന നേതാക്കളായ PJ കുര്യനും K സുധാകരനും രംഗത്തെത്തിയതോടെ UDF ക്യാമ്പിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്ന കേരള രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയുടെ സെക്കൻഡ് ഇന്നിംഗ്സ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവല്ലയിലെ UDF കൺവെൻഷനിൽ രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് PJ കുര്യൻ നിർണായക പ്രഖ്യാപനം നടത്തിയത്. തിരഞ്ഞെടുപ്പിൽ UDF ജയിക്കും, മുഖ്യമന്ത്രിയാകുന്നത് രമേശ് ആയിരിക്കും, പാർട്ടി തീരുമാനിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞേക്കാം, പക്ഷേ എനിക്കതിൽ സംശയമില്ല എന്നായിരുന്നു കുര്യൻ്റെ വാക്കുകൾ. ചെന്നിത്തല ഇത് ചിരിയോടെ സ്വീകരിച്ചെങ്കിലും പാർട്ടിയിലെ മറ്റ് അധികാര കേന്ദ്രങ്ങൾക്ക് ഇത് കൃത്യമായ മുന്നറിയിപ്പായി മാറി. KPCC മുൻ അധ്യക്ഷൻ K സുധാകരനും ചെന്നിത്തലയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തു. ചെന്നിത്തല കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന സീനിയർ നേതാവാണെന്നും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണെന്നും സുധാകരൻ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനി താനില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകിയത് A ഗ്രൂപ്പിനെയും VD സതീശൻ പക്ഷത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഹരിപ്പാട് നിന്ന് 26-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി തുടങ്ങിയ ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതം ഇന്ന് നിർണായക ഘട്ടത്തിലാണ്. കഴിഞ്ഞ തവണ കിറ്റ് രാഷ്ട്രീയവും കോവിഡ് സാഹചര്യവും ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തല നടത്തിയ പോരാട്ടങ്ങൾ വിസ്മരിക്കാനാവില്ലെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. BJP വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറിഞ്ഞതാണ് കഴിഞ്ഞ തവണ തിരിച്ചടിയായതെന്ന് ചെന്നിത്തല തന്നെ വിശ്വസിക്കുന്നു. കോൺഗ്രസിൽ സാധാരണയായി തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാറില്ല. എന്നാൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങുന്നത് VD സതീശന്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കാനാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം A ഗ്രൂപ്പിലുണ്ടായ മാറ്റങ്ങളും സുധാകരൻ ചെന്നിത്തല സഖ്യത്തിന്റെ പുതിയ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ KPCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി മുതിർന്ന നേതാക്കളായ PJ കുര്യനും K സുധാകരനും രംഗത്തെത്തിയതോടെ VD സതീശൻ നയിക്കുന്ന ഔദ്യോഗിക പക്ഷവും ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള ബലപരീക്ഷണം UDF അധികാരത്തിലെത്തിയാൽ പുതിയ തലത്തിലേക്ക് നീങ്ങും. തിരഞ്ഞെടുപ്പിന് ശേഷം MLA മാരുടെ അഭിപ്രായം തേടിയും ഹൈക്കമാൻഡ് ഇടപെട്ടുമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ചെന്നിത്തലയെ ഇലക്ഷൻ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായി നിയമിച്ചത് അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള വലിയ സ്വാധീനം കണക്കിലെടുത്താണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ സമയത്ത് തന്നെ ചെന്നിത്തല NSS ഓർത്തഡോക്സ് സഭ നേതൃത്വങ്ങളെ സന്ദർശിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. VD സതീശനോട് അകൽച്ച പാലിക്കുന്ന സമുദായ സംഘടനകളെ കൂടെ നിർത്താൻ ചെന്നിത്തലയ്ക്ക് കഴിയുന്നു എന്നത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സാധ്യതകളും വർദ്ധിപ്പിക്കുന്നു. അതേസമയം സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കമെന്ന് ചില സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് പോരിന് ആക്കം കൂട്ടുകയാണ്. എന്നാൽ പാർട്ടിയിലെ യുവാക്കളുടെയും VD സതീശൻ പക്ഷത്തിന്റെയും എതിർപ്പ് ചെന്നിത്തലയ്ക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ലെന്നാണ് ചെന്നിത്തല പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് പരാജിത കപട ആത്മവിശ്വാസമാണെന്നും ചെന്നിത്തല പറഞ്ഞു. PR ഏജൻസി എപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂടെയില്ല, അതുകൊണ്ടാണ് മോശം പദപ്രയോഗങ്ങളിലൂടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വരുന്നതെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ നിർദ്ദേശിച്ച പലർക്കും സീറ്റ് കിട്ടിയിട്ടില്ല എന്നത് ശരിയാണ്. ജോസഫ് വാഴയ്ക്കിന് സീറ്റ് കിട്ടാത്തതിൽ തനിക്ക് വേദനയുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സുധാകരന് സീറ്റ് നൽകണമെന്ന് താൻ പറഞ്ഞ കാര്യം ചെന്നിത്തല നിഷേധിക്കുകയും ചെയ്തില്ല. അതേസമയം ഒരു മുഖ്യമന്ത്രി ചർച്ചയും കോൺഗ്രസിൽ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് കർണാടക മാതൃകയിൽ മുന്നോട്ട് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു.